എൻ്റെ പേര് അപർണ. ഞാൻ IRSലെ ജർമ്മൻ ട്രെയിനറാണ്. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് B1 ലെവൽ കാൻഡിഡേറ്റ്സ് ആണ്. A1 കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ B1ലേക്ക് കയറിയത്. B1ൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടായ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്തൊക്കെ നിങ്ങൾക്ക് സ്പീക്കിംഗ് സ്പ്രഹനിൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഫീൽ ചെയ്തു? അപ്പം A1 ലെവലിൽ നോക്കുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ ബേസിക് ഒരു സെക്ഷനാണ് A1 എന്ന് പറയുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും B1 എത്തിയപ്പോൾ നമുക്കിപ്പോൾ ഒരു ജർമ്മൻ മൂവി കണ്ടാൽ പോലും അതിൻ്റെ ഒരു 80% ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ജർമ്മനിയിൽ എത്തിയാൽ തന്നെ അവിടെ നമുക്ക് ആൾക്കാരായിട്ട് കോൺവേഴ്സ് ചെയ്യാനായിട്ടുള്ളതൊക്കെ ഒരു കുറച്ചും കൂടെ ഈസി ആവുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. B1 എത്തിയപ്പോൾ നമ്മളുടെ ലാംഗ്വേജ് കുറച്ച് ഇമ്പ്രൂവ് ആയതുപോലെ തോന്നുന്നുണ്ട്. ഞാനാണെങ്കിൽ ഏറ്റവും B1ലേക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് കുറച്ചും കൂടെ ടഫ്നെസ് ആണ് തോന്നിയത്. ആദ്യമൊക്കെ തേമകളിൽ പറയാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷേ പിന്നീട് അത് പ്രാക്ടീസ് ചെയ്ത് എനിക്കതിലേക്ക് എത്താൻ പറ്റി. പിന്നെ സ്പ്രഹനാണെങ്കിലും സൈബറാണെങ്കിലും നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ഞാൻ പുതിയ കുറേ മക്കാൻ പഠിച്ചു. അതുകൊണ്ട് നല്ലതായിരുന്നു. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഉള്ളത് 6 ലാംഗ്വേജ് അറിയാവുന്ന ഒരു നേഴ്സിംഗ് കാൻഡിഡേറ്റ് ആണ്. ആൾ നേഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് ആന്ധ്രയിലും പിന്നീട് സൗദി അറേബ്യയിലും ഡൽഹിയിലും വർക്ക് ചെയ്തു. അതുകൊണ്ട് അത്രയും ലാംഗ്വേജ് തന്നെ ഹാൻഡിൽ ചെയ്താണ് വന്നത്. നെക്സ്റ്റ് ജർമ്മനി എന്നുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പം ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ 6 ലാംഗ്വേജും പഠിച്ചിട്ട് ജർമ്മൻ പഠിക്കുകയും ചെയ്തതിൻ്റെ ഡിഫറൻസ് എന്താണ്? ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതെനിക്ക് പറയാൻ മാത്രമേ അറിയുള്ളൂ. മറ്റുള്ള ലാംഗ്വേജ്, ജർമ്മൻ ലാംഗ്വേജ് എനിക്ക് എഴുതാനും പറ്റും, വായിക്കാനും പറ്റും. ഇപ്പം ഒരു മൂവിയൊക്കെ കണ്ടാൽ കുറച്ച് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. 6 ലാംഗ്വേജസ് അറിയാം അല്ലേ? അപ്പം ഏത് പേഷ്യൻറ്റിനെ കണ്ടാലും ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുമോ? എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ് പേഷ്യൻറ്റിനുമായിട്ട്. അറബിയും തെലുങ്കും എനിക്ക് റൈറ്റിങ്ങും റീഡിങ്ങും 0 ഇതിൽ നിന്ന് ഒത്തിരി ഡിഫറൻസ് ആണ് ജർമ്മൻ ലാംഗ്വേജ്. അപ്പം നിങ്ങൾ 3 പേരും 3 പ്രോഗ്രാംസിനായിട്ടാണ് പോകുന്നത്. ഒരാൾ ജോബ് സീക്കർ വിസയ്ക്കും, ഒരാൾ ഹൗസ് ബിൽഡിംഗ് കോഴ്സ് ചെയ്യാനും, ഒരാൾ ഡയറക്റ്റ് ജോബ് വിസയ്ക്കും ആണ് പോകുന്നത്. 3 പേർക്ക് സെയിം റിക്വയർമെൻ്റ് ആണ് വേണ്ടത്. എത്രയും പെട്ടെന്ന് 3 പേരുടെ ഡ്രീം ഫുൾഫിൽ ആവട്ടെ. നല്ല സ്കൂട്ടായി.